ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ ഒരു കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുള്ള എൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ രാവിലെ ചിക്കൻ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. അത് ഓരോരോ പത്തിരി ചുട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ചിക്കൻ ഇപ്പോൾ മസാലയൊക്കെ തേച്ച് ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കൻ വേവണം. ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവില്ലല്ലോ, ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് വെന്താൽ മതിയല്ലോ. അപ്പോൾ ചിക്കൻ മസാല എല്ലാം എല്ലായിടത്തും പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ച ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചായ വയ്ക്കണം, അതൊക്കെയാണ്. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ടേബിളിലേക്ക് എല്ലാം മാറ്റിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പത്തിരി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ പത്തിരിയും ഇറച്ചിക്കറി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസമൊക്കെ ബീഫും കാര്യങ്ങളും നാട്ടിൽ നിന്ന് കിട്ടിയ ബീഫ് ഓക്കെയാണ്, അല്ലാതെ ഇവിടെ നിന്ന് വാങ്ങിയ ബീഫ് കഴിച്ചിട്ട് അത്ര ടേസ്റ്റ് വൈസ് അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും ചിക്കനിലേക്ക് പത്തിരിയുടെ കൂടെ ചിക്കൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാല് വെച്ചു, ചായക്കുള്ള പാല് വെച്ചു. അതിലേക്ക് കുറച്ച് ഏലക്കായും പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ട് ചായയും റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് ബിസി കുക്കിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ നാഷണൽ ഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറിന് അല്ല കറികൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് രാവിലെയാണ് എഴുന്നേറ്റ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ അങ്ങനെ രാത്രി ഡിന്നർ ടൈമിൽ അങ്ങനെ വീട്ടിലിപ്പോൾ കാണാറില്ല. ഇനിയിപ്പോൾ ഇന്നൊക്കെ നെക്സ്റ്റ് ഡേ കൊണ്ട് നമ്മുടെ വെക്കേഷനൊക്കെ കഴിയുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് തന്നെ തിരിച്ചു വരും. സാറായിക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഇക്കാക്ക് ഓഫീസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക് ടു നോർമൽ ഡെയിലി റുട്ടീനിലേക്ക് വരും. ഇപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നൈറ്റ് ടൈം കൂടുതൽ പുറത്താണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രാവിലെയാണ്. ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ തിരക്ക് പിടിച്ച കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് റെഡിയാക്കി വെച്ചു. നല്ല ചൂട്, നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ റെഡി ആക്കിയതേ ഉള്ളൂ. നല്ല ചൂട് ചിക്കൻ കറി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി. പിന്നെ നൈസ് പത്തിരിയും ചിക്കൻ കറിയും, പിന്നെ ചായയും കൂടെ ടേബിളിലേക്ക് റെഡിയാക്കി വെക്കണം. പിന്നെ ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അരച്ച് വെച്ചപ്പോൾ, അതായത് ഡയറക്റ്റ് പൊളിച്ച് അരച്ച് ചേർത്തപ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. തീരെ ടൈം ഇല്ലാത്തപ്പോൾ മാത്രം നമുക്ക് റെഡിമെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അല്ലാത്തപ്പോൾ നമ്മൾക്ക് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലി പേസ്റ്റ് വീട്ടിൽ തന്നെ അരച്ച് റെഡിയാക്കി ചേർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉക്കായ്ക്കും സാറായ്ക്കും ഒക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു കപ്പ് ചൂട് ചായ, അതിലേക്ക് 3 പത്തിരിയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല. തേങ്ങാപ്പാൽ എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കുറുകിയ ചിക്കൻ കറിയല്ല, കുറച്ച് ഒത്തിരി കുറുകിയതും അല്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഗ്രേവി കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ല ചൂടാണ്, ചായ നല്ല ചൂടാണ്, അതുപോലെ തന്നെ പത്തിരിക്ക് നല്ല ചൂട്, കറി നല്ല ചൂട്, എല്ലാം ഫ്രഷ്ലി പ്രിപ്പേർഡാണ്. അപ്പോൾ നല്ല ചൂട് ചായ, നല്ല ഏലക്കാക്കി ഇട്ടിട്ട് നല്ല പതപ്പിച്ച നല്ല അടിപൊളി ചൂട് ചായ, നല്ല എരിവുള്ള ചിക്കൻ കറിക്കും അതുപോലെ തന്നെ നൈസ് പത്തിരിയുടെയും കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഓരോ സിപ്പ് ചായയും എടുത്തിട്ട് നമ്മൾ അടിപൊളി
പത്തിരിയും, നൈസ് പത്തിരിയും ചിക്കൻ കറിയും. ചിക്കൻ കറി എന്ന് പറയുന്നത് അത്യാവശ്യം എരിവൊക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കും. അപ്പോൾ നമുക്ക് കറിക്ക് എരിവും കിട്ടും, കളറും കിട്ടും. പിന്നെ ഗ്രീൻ ചില്ലി, കുറച്ച് കൂടുതൽ ഗ്രീൻ ചില്ലി എടുത്തിട്ട് അതും ജിഞ്ചർ ഗാർലിക്കിൻ്റെ കൂടെ ക്രഷ് ചെയ്യും. അപ്പോൾ ഗ്രീൻ ചില്ലിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പം നല്ല എരിവോട് കൂടിയിട്ട് കഴിക്കുമ്പോഴത്തേനാണല്ലോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ തക്കാളിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, തക്കാളിയും സവോളയും ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ടില്ല. കാര്യം വെച്ചാൽ നല്ല സ്പൈസി ആയിട്ട് കൂട്ടണം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ തക്കാളിയുടെയും സവോളയുടെയും ക്വാണ്ടിറ്റി കുറയ്ക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്കൊരു എന്താ പറയുക, തക്കാളി ഇതിൻ്റെ മധുരം മുന്നിൽ നിൽക്കും. അപ്പം അതുകൊണ്ട് തന്നെ നല്ല എരിവ് വേണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ സവോളയും തക്കാളി ക്വാണ്ടിറ്റി കുറയ്ക്കാറുണ്ട്. ഇന്നെന്തോ ഒരു ചെറിയൊരു പീസ് തക്കാളി ഇട്ടുള്ളൂ, ഒരു സവോള, ഒന്നേകാൽ സവോള അങ്ങനെ എന്തോ ഇട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേവിക്ക് ഒരുപാട് തിക്നെസ് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ സവോളയും തക്കാളിയൊക്കെ ഒരുപാട് ഇടുമ്പോഴത്തേനും, മല്ലിപ്പൊടിയൊക്കെ ഒരുപാട് ഇടുമ്പോഴത്തേനും നമ്മുടെ ഗ്രേവി എന്ന് പറയുന്ന ഒരു തിക്കായിട്ടുള്ള തിക്നെസ് ഫീൽ ചെയ്യും. ഇതെന്ന് പറയുന്നത് ഒരുപാട് ഞാൻ തിക്കാക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. സാറാക്ക് നെക്സ്റ്റ് ഡേയിൽ, അതായത് നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇക്ക താഴെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ മക്കളെ റെഡിയാക്കി പോവുകയാണ്. അപ്പോൾ സാറായ്ക്ക് ഇപ്പം ഇവിടെ ദുബായിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ സാറായ്ക്ക് യൂണിഫോമിൻ്റെ കൂടെ ഇടാനായിട്ടുള്ള സ്വെറ്റർ, അങ്ങനെ ചെറിയ ഒരു മിനി പർച്ചേസ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ചെറിയ പർച്ചേസ്, പിന്നെ എനിക്കും അങ്ങനെ നമുക്കും കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം 2:30-3 മണിയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട കൊച്ചു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് അഞ്ചപ്പാറ എന്ന് പറയുന്ന ഒരു ഒരു സൂപ്പർ റെസ്റ്റോറൻ്റാണ്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് വിട്ടുപോയി. തമിഴ്നാട് റെസ്റ്റോറൻ്റാണ് ഇത്. എന്തിലാണ് ഫേമസ് എന്നുള്ളത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് വിട്ടുപോയി. ഞാൻ ജസ്റ്റ് നോക്കി വായിക്കട്ടെ. അപ്പം ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ദണ്ഡിക്കൽ ബിരിയാണിയോ അങ്ങനെ എന്തോ ഒരു സംഭവം, എന്തായാലും തമിഴ്നാട് ഓറിയൻറ്റഡ് സ്പൈസി ബിരിയാണിയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പൈസി മട്ടൻ സൂപ്പ്, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള സ്പൈസി മട്ടൻ സൂപ്പ്. നമ്മുടെ തമിഴ്നാട് ഫുഡെന്ന് പറയുമ്പോഴത്തേനും സ്പൈസി ആണല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നല്ല ചൂട് മട്ടൻ സൂപ്പ്, നല്ല മുളക് പൊടിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ മട്ടൻ സൂപ്പായിരുന്നു. അപ്പോൾ ഒരു സൂപ്പ് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 1/2 ആക്കി എടുത്തു. ഈ ഒരു 1/2 കുടിച്ചതും അത് തന്നെ മിച്ചമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് 2 ടൈപ്പ് റൈസിൽ, ഏത് റൈസിൽ വേണമെന്ന് അവർ ചോദിച്ചായിരുന്നു. ജീരകശാലയിൽ വേണോ, അതുപോലെ തന്നെ ബസ്മതി. ഞാൻ ബസ്മതി റൈസ് ബിരിയാണി ഫാനാണ്. അപ്പോൾ ഞാൻ ബസ്മതി റൈസിൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കുഴമ്പും അതുപോലെ തന്നെ റൈത്തായും ഉണ്ടായിരുന്നു. നമ്മുടെ പോലെ പിക്കിള്, പപ്പടം ആ വക ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താണേലും കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചു പപ്പടം ഉണ്ടോയെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്താണേലും അവർ പപ്പടം, നമ്മുടെ തനി നാടൻ പപ്പടമല്ല, നമ്മളിവിടെ പപ്പടം എന്ന് പറയും, അല്ലെങ്കിൽ അപ്പളം. തമിഴ്നാട് സൈഡിലൊക്കെ അപ്പളം എന്നാണ് പറയുന്നത്. നമ്മുടെ പപ്പടം പോലെയല്ല, കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടുള്ള, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള, ക്രഞ്ചി ആയിട്ടുള്ള വേറൊരു സംഭവമാണ്. അത്യാവശ്യം കുറേ കൂടെ വലിപ്പത്തിൽ അപ്പളം എന്ന് പറയും, പപ്പട്. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി, ആ ഒരു കുടം ബിരിയാണിയായിരുന്നു. ആ ബിരിയാണി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പോർഷൻ ഉണ്ടായിരുന്നു. ഞാനും ഇക്കായും സാറായും കഴിച്ചതിന് ശേഷം വീണ്ടും ആ ബിരിയാണി പാഴ്സൽ എടുത്തിട്ട് ഡിന്നറിന് വേണ്ടി സാറ സെയിം ഐറ്റം തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ. എനിക്കിന്നെന്തോ എരിവൊക്കെയുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അതുകൊണ്ട് രാവിലെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി കൂട്ടി പത്തിരി കഴിച്ചു. അതിനുശേഷം അത്യാവശ്യം നല്ല ഗ്യാപ്പ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു
3:30 ഒക്കെ ആയപ്പോഴത്തേനാണ് ലഞ്ച് കഴിച്ചത്. അപ്പം അത് നല്ല വിശന്ന് കഴിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റൈസ് ഓൾറെഡി നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും അവരുടെ ഒരു എന്താ പറയുക ചിക്കൻ കുഴമ്പ് അതും കൂടെ ചേർത്തിട്ട് ആ ഒരു എരിവ് ഒരുപാടായി പോകുമ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ റൈത്തായും കൂടെ ചേർത്തിരുന്നു. പിന്നെ പപ്പടമൊക്കെ ചേർത്ത് കുഴച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എരിവായിരുന്നു, നല്ല എരിച്ചെരിച്ചാണ് ബിരിയാണി കഴിക്കുന്നത്. ദണ്ഡിക്കൽ ബിരിയാണിയാണ്. പിന്നെ അഞ്ചപ്പാറ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഒരു 16 കൺട്രീസിലെങ്ങാണ്ടോ ഇവരുടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു ഹാൻഡ് വാഷിംഗ് ഏരിയയിൽ പോയപ്പോഴത്തേനും അവരുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും നല്ലൊരു ക്യൂരിയോസിറ്റി തോന്നി. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്നൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ദാ അഞ്ചപ്പാറ എന്താ പറയുക അവരുടെ ഔട്ട്ലെറ്റ്സ് 100ന് 100+ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ അവർക്ക് ഖത്തറിൽ, ബഹ്റൈനിൽ, കുവൈറ്റിൽ, സൗദി അറേബ്യ, UK, USA, കാനഡ, ഒമാൻ, നെതർലാൻഡ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ ഔട്ട്ലെറ്റ്സ് അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ആഞ്ഞു പിടിച്ച് കഴിച്ചിട്ടും നമ്മൾക്ക് തീർക്കാൻ പറ്റിയില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്ത് ബിരിയാണി പാഴ്സലെടുത്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പം ക്ലൈമറ്റൊക്കെ നല്ല ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈവനിങ് നൈറ്റ് ടൈമിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പുറത്ത് വിശാലമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അപ്പം ഇപ്പോൾ പുറത്തൊക്കെ ഇരിക്കാനായിട്ട് നല്ല ഡിമാൻഡായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ പുറത്ത് കഴിക്കാൻ അടിപൊളിയാണ്. ഇപ്പോഴൊക്കെ പുറത്തിറങ്ങിയപ്പോൾ നല്ല കൂൾ ക്ലൈമറ്റ്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ കാണിച്ചത് ഓപ്പോസിറ്റ് ലുലു ആണ്, സിലിക്കൻ സെൻട്രൽ മാള് ലുലു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലുലുവിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പിന്നെ മാക്സിൽ കയറിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും എനിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇത് വാട്ട് ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ പർച്ചേസിങ് വീഡിയോ ഒന്നും ഞാൻ ഒട്ടുമേ ഷെയർ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എടുത്തത് അതും ജസ്റ്റ് റാൻഡമായിട്ട് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. അതിനുശേഷം വെജീസും കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള നല്ല അടിപൊളി ചീര. പിന്നെ നമ്മുടെ ഫേവറേറ്റാണ്, ഇവിടെ ഒരു ഐറ്റം ഇരിപ്പുണ്ട്, ബ്ലൂബെറി ചീസ് കേക്ക്. അപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂബെറി ചീസ് കേക്ക് അതിവിടെ ഉണ്ടായിരുന്നു. അപ്പം അതും ഒരെണ്ണം വാങ്ങി. പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാഷണൽ ഡേ ഹോളിഡേയ്സിൻ്റെ എന്താ പറയുക സ്പെഷ്യൽ കേക്ക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സെക്ഷനിൽ നിന്ന് കുറച്ച് റോ മാംഗോ എന്താ പറയുക ഇതിട്ടത് അങ്ങനെ ഉപ്പിലിട്ടത് അത് കുറച്ച് ഒരു ബൗള് വാങ്ങി. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും ഇതൊക്കെ സ്വീറ്റാണ് എങ്കിലും ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് നമ്മുടെ എന്താ പറയുക ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു അറബിക് സ്വീറ്റ്, ഇതിൻ്റെ പേര് ഞാനിപ്പോൾ വിട്ടുപോയി. എനിക്കറിയാമായിരുന്നു ഇതിൻ്റെ പേര്. ഇപ്പോൾ എന്താണേലും ബക്ലാവ ആണ്. അപ്പോൾ ഇത് വാൾനട്ടിലുണ്ട്, അതുപോലെ തന്നെ പിസ്ത ഫ്ലേവറിലുണ്ട്, അങ്ങനെ പല പല ഫ്ലേവേഴ്സിൽ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു പെർ പീസ്, അതായത് ഒരു പീസിന് 10 ദിറംസ്. ഈ ചെറിയ ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു പീസിന് 10 ദിറംസ് എന്ന് പറയുമ്പോൾ ഒരു 200 റുപ്പീസ് വരും. അപ്പോൾ 5 പീസിന് എന്താ അവർ പറഞ്ഞത് 30 ദിറംസ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നതിനൊക്കെ ഒരു പീസിന് 25 ദിറംസ് അങ്ങനെയാണ്. ഇപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. നമ്മളൊരു 4 പീസോളം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീട്ടിൽ വന്ന ഉടനെ തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അതിനുശേഷം നമ്മൾ വൈകുന്നേരമായി പുറത്തൊക്കെ പോയി കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. സാറയ്ക്ക് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ 4-5 ദിവസത്തെ വെക്കേഷനൊക്കെ ശേഷം ബുക്കൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുത്ത് പഠിപ്പീരൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറയ്ക്ക് വിശന്നപ്പോൾ ഒരു ബട്ടർ ക്രോയിസൻറ്റ് എടുത്തു. അതിന് ശേഷം മോൾക്ക് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പാഴ്സലാക്കി ബിരിയാണി ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി വാരി കൊടുക്കാനായിട്ട് എടുത്തതാണ്.
അപ്പോൾ അവിടെ വെച്ച് നമ്മളൊരു 3-4 പീസ് കഴിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ 2-3 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറായും ഞാനും കുറച്ച് ബിരിയാണി കഴിച്ചു. അതിനുശേഷം എനിക്ക് കാര്യമായിട്ട് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു ബട്ടർ ക്രോയിസൻ്റ് ഒക്കെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് രാത്രി 2 ബുൽസ പെപ്പർ പൗഡറും സോൾട്ടും ഒക്കെ ഇട്ടിട്ട് രാത്രി 2 ബുൽസ ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ട്, എനിക്ക് ബുൽസ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഓവറായിട്ട് 2 സൈഡും ആകുമൊന്നും വേണ്ട, ഒരു സൈഡ് വെന്താൽ മതി. ആ ഒരു ഫോമിൽ എനിക്ക് ബുൽസ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ 2 ബുൽസയായിരുന്നു എൻ്റെ ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.